രേണുവിൻ്റെ പേക്കൂത്തുകൾ കണ്ട് ഇപ്പോൾ ഓരോരുത്തരും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതികരിച്ച് തുടങ്ങുന്നത് വീട്ടമ്മമാരാണ്. ഒരുപാട് പേര് വിധവകളുണ്ട്. അല്ലാതെ രേണു മാത്രമല്ല വിധവകളെന്നും പറഞ്ഞും കൊണ്ട് യൂട്യൂബിൽ കയറി കിടന്ന് ഓരോ കോലങ്ങൾ ആടുന്നത് അപരാധമെന്ന് വേണം പറയാൻ. അത്രയ്ക്കാണ് രേണു കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിന് പ്രതികരിച്ചും കൊണ്ട് ഒരു വീട്ടമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് പേര് രംഗത്ത് വരുന്നതാണ്. അപ്പോൾ അവരെ ആ വോയിസ് ഒന്ന് കേൾക്കാം. ഞാനും ഒരു വിധവയാണ്. പക്ഷെ ഇനി തങ്കച്ചന്റെ മോളെ, എനിക്ക് അവളെ പേര് പറയാൻ തന്നെ അറപ്പാണ്. ഉള്ള കാര്യം പറയാനല്ലോ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിലപ്പുറമാണ്. കാരണം നമ്മളൊക്കെ മാന്യമായി ഒരു വീട്ടമ്മയായിട്ടും ജോലി ചെയ്തും ജീവിക്കുന്നവരാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 25 വർഷമായി. അന്ന് എന്റെ മക്കൾ പിന്നായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ അന്തസ്സായിട്ട് ഒരു കോഴ്സ് പഠിച്ച് ആ ജോലി ചെയ്ത് മക്കളെ വളർത്തി കല്യാണം കഴിച്ച് അവരൊക്കെ സെറ്റില്ല. കേട്ടാടി വിധവേ, എടി രേണു വിധവേ, നീ എന്തോന്ന് ചെയ്യണത്? നിനക്ക് നല്ല ജോലി, ആ ഫ്ലവേഴ്സ് നല്ല ജോലി തരാമെന്ന് പറഞ്ഞതാണ് അവരെല്ലാവരും കൂടെ ചേർന്ന്. എന്നിട്ട് നീ അത് വേണ്ടെന്ന് പറഞ്ഞ് വേറെ എന്തൊക്കെയോ നല്ല ജോലികൾ ആരൊക്കെയോ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്, എന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞ്. നിനക്ക് ഈ കോലം തുള്ളാൻ പറ്റൂലല്ലോ. ഇങ്ങനെയുള്ള ജോലികളിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് കോലം തുള്ളാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് നീ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചതും. നേരമ്മൾ തെളിയിച്ചൊന്നും കൊണ്ട് എൻ്റെ ചൂച്ചേട്ടാ, എൻ്റെ ഷൂക്കുട്ട, എൻ്റെ മോനെ ഷൂക്കുട്ട, കാലിൽ ഇത്തിരി എന്തോ വാദത്തിൻ്റെ ഇതാങ്ങാണ്ട വന്നിരുന്നെന്നും പറഞ്ഞും കൊണ്ട് എൻ്റെ ഷൂ മോനെ ഷൂക്കുട്ട, എൻ്റെ ഷൂക്കുട്ട എന്ന് വിളിച്ച്. പിന്നെ എൻ്റെ കിച്ചു ഋതപ്പ. എടി, നീ ആ കുട്ടികളെ ഒരന്തിയെങ്കിലും നോക്കിയിട്ടാണ് വിളിച്ചിരുന്നെങ്കിൽ അതിൽ കാര്യമുണ്ട്. എടി, നീ ആ വീട്ടിൽ രേണു, നീ ആ വീട്ടിൽ നിൽക്കുപോലും ഇല്ല. നീ എവിടെയെങ്കിലുമൊക്കെയാണ് പോയി റൂം എടുത്ത് വല്ല ഫ്ലാറ്റിൽ അവിടെ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കിടക്കണത്. നീ കാണിക്കണതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നീ വന്നിരുന്നും കൊണ്ട് കുറേ തള്ളോല അപ്പം വീട്ടമ്മരെ ബാക്കിയൊക്കെ. ഇപ്പൊ എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. അവരെന്റെ കൂടെയാണ്. മോള് ജോലി സംബന്ധമായിട്ട് വിദേശത്താണ്. അവർക്ക് പോലും ഫോൺ എടുത്ത് തുറക്കാൻ വയ്യ. അവർക്ക് എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും ഗൂഗിളിൽ വരെ തുറക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കുകയാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവര് എങ്ങനെയാ അവർ വിധവയായിട്ടോ അല്ലെങ്കിൽ അവർ എന്തോ കാണിക്കട്ടെ, പക്ഷെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നതും കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇതൊക്കെ ബാൻ ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് മനസ്സിലാകത്തോട് ഞാൻ ചോദിക്കുന്നതാണ്. അല്ല, ഇവിടെ ആരെന്നാണ് ഇവിടെ വിചാരം? ഇവിടെ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? അവള് മഹാറാണി എന്തേര് ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കണ എന്തേര് സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ രേണു, ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരൊക്കെ എന്ത് ഒതുക്കമാണ്. എന്തുമാത്രം പടങ്ങളിൽ അഭിനയിച്ച് എന്നിട്ട് നീ കാണിക്കണ ഇതിലുള്ള ഒരു പേക്കൂത്ത് കാണിക്കണ കൊച്ചു കുട്ടികളാണ് ഈ യൂട്യൂബിരുന്ന് കണ്ടുകൊണ്ടിരിക്കണ. കൊച്ചു പിള്ളേർ, അവർക്കൊന്നും പഠിക്കാൻ പറ്റൂല. ഈ പിള്ളേർക്കൊക്കെ മൊബൈലിൽ നോക്കിയൊക്കെയാണ് ഇപ്പോൾ ഓരോ ക്ലാസ്സുകളൊക്കെ പിള്ളേർ പഠിക്കണം. എല്ലാവർക്കും ഇപ്പം അല്ലാതെയൊന്നും പറ്റൂല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തിരി നേരം അമ്മമാരായിരുന്നാലും വെറുതെ ഇരിക്കുന്ന നേരത്തായിരിക്കും ഇത്തിരി അത് കൊടുക്കണം. മോനെ നീ കൊണ്ടുപോയി പഠിച്ചോ, അല്ലെങ്കിൽ മോളെ നീ കൊണ്ടുപോയി പഠിച്ചോ. ഇതാ കുട്ടികൾ എന്ത് തുറക്കുമ്പോഴത്തേക്കും നിൻ്റെ പേക്കൂത്താണ് കാണുന്നത്. നീ ഇല്ല അവന്മാരെയും കൊണ്ട് കിടന്ന് നീ കാണിക്കണ കോലങ്ങൾ. നീ നല്ലതുപോലെയാണെങ്കിൽ വേണ്ടൂലല്ലോ. നീ എന്തേരാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ ഈ നമ്മൾ തന്നെ അറിയാലോ, ഈ എല്ലാവരും ബന്ധുക്കളും മക്കളും എല്ലാവരും വിദേശത്താണല്ലേ. ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മളെ കുട്ടികൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ നമ്മൾ TV കാണാൻ നിർത്തിയില്ലെങ്കിൽ നമ്മൾ പോയി ഫോൺ നോക്കും. നമ്മൾ എവിടെയെങ്കിലും ഫോൺ നോക്കപ്പം ഇവളുടെ ഈ കോപ്രായങ്ങളും കുറെ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞ കുറെ വായി നോക്കിയുള്ള കാരണം ഈ ഫോൺ തുറക്കാൻ പറ്റും. നമുക്കൊരു ആവശ്യത്തിന് വായി നോക്കിയുള്ളതല്ല, വായി നോക്കിയുള്ള തന്നെ കാളകള് കുൽസിതത്തിൻ്റെ അങ്ങേയറ്റത്തെ തരത്തിലുള്ള എല്ലാം. ഈ ഇവന്മാർക്കൊന്നും കുടുംബം, അവന്മാർക്ക് കുട്ടികളില്ലേ, ഭാര്യയൊന്നും ഇത് കാണൂലേ എന്തോ. ഇത് ഒരു കുഴപ്പമില്ലാത്ത കണക്കാണല്ല ഇങ്ങനെ കിടന്ന് ആടണത്. അവള് എപ്പോഴും പറയുന്ന ഞാൻ കാണിക്കും, അത് എന്റെ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും എല്ലാം തങ്കച്ചനും ഭാര്യയെ എടുത്ത് കാണിച്ചാൽ മതി. ബാക്കിയുള്ളത് കാണണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടോ? അത് തന്നെ നിൻ്റെ അപ്പച്ചൻ്റെ കാര്യമാണ് പറഞ്ഞ. തങ്കച്ചൻ്റെ അടുത്തും
നിൻ്റെ അമ്മച്ചീരുടെ അടുത്തും കാണിച്ചാൽ മതി. നിൻ്റെ അമ്മച്ചി അച്ഛനും കൂടെ പറഞ്ഞു വിടുമല്ല. ഇപ്പം ജനങ്ങൾക്ക് ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ എല്ലെണ്ണം കൂടെ കല്ലെറിയേ രേണു നിന്നെ. നീ വിചാരിച്ചോളണം, ഇതുപോലെ നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന്. പിന്നെ നിന്നെ കുറേ എണ്ണം അയ്യോ പാവം വിധവയെന്നും പറഞ്ഞിട്ടേക്കണ കുറേ എണ്ണം ഉണ്ട്. അത് കുറേ നെഗറ്റീവ് കമൻറ്റോളികളാണ്. ഈ വിധവയെന്നും പറഞ്ഞ് അയ്യോ രേണു പാവം രേണു പാവമെന്നും പറഞ്ഞിട്ടേക്കണം. എങ്ങനെ തുണി അഴിച്ചിട്ട് ആടിയാലും അയ്യോ രേണു പാവം എന്ന് പറയും. പിന്നെ അതിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്താൽ അതിന് അവർക്ക് കുറ്റം. നിനക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ അവരഴുക്കുക. എല്ലാരും അവളെ തന്തേനെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന അവരെ അമ്മേനെയാണ്. കാരണം അമ്മമാരാണ് ഇവിടെ ഇങ്ങനെ ഈ കിടന്ന് കാണിക്കുന്നതല്ല. അവര് കാണുന്നില്ലേ, അറിയുന്നില്ലേ. അതിപ്പോ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒരാള് ജനിക്കുമ്പോഴും ഇപ്പൊ സാമ്പത്തികമായിട്ട് കൊണ്ടോ ഇല്ലേ എങ്ങനെയാണ് അവർ ജനിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മക്കളെ എല്ലാവരും അങ്ങ് വായിൽ സ്വർണ്ണക്കരണ്ടിയും വെച്ചുകൊണ്ടാണ് ജനിക്കണത് അല്ലല്ലോ. ഓരോരുത്തരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കണത് എന്നും പറഞ്ഞു തുണി അഴിച്ചിട്ട് കൊടുത്തല്ല ജീവിക്കാനുള്ളത്. ഞാൻ ഷോർട്ട് ഫിലിം അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആൽബത്തിൽ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുണി അഴിച്ചിട്ടും അവന്മാരെ കൊണ്ടെടുത്ത് പൊക്കി അമ്മാനാടി അടിച്ചുമാണ് ഓരോരുത്തർ പണം ഉണ്ടാക്കണത്. പറഞ്ഞു പഠിപ്പിക്കണം. അത് ഒരു അമ്മയുടെ ചുമതലയാണ്. ആഹാരം ഇതും എല്ലാം കൊടുത്താൽ പോരാ, നല്ലത് പറഞ്ഞ് പഠിപ്പിക്കണം. മക്കളെ തെറ്റി കാണിച്ചാൽ അത് അങ്ങനെ അല്ല. ഒരു വിധവയായ ഒരു കുറ്റമൊന്നും അല്ലല്ലോ. അപ്പൊ ഇവക്ക് അത് മാത്രമല്ല, ഈ ലോകത്തുള്ള വിധവമാർക്ക് അത്രയും ആൾക്കാർ ചെലവിനാണ് കൊടുക്കുന്നത്. അവരാണ് വീട് വെച്ച് കൊടുക്കുന്നത് അല്ല. പിന്നെ ഒരുത്തന്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് അങ്ങനെ കിട്ടി. ഒരു വീട്ടമ്മേരെ പറച്ചിലാണ്. ഒരു വീട്ടമ്മ സംസാരിക്കണേണ് രേണുവിനെ പറ്റി. ഇവള് വിധവ സുധിയെ വെച്ചിട്ട് 5-6 ഉണ്ടാക്കിയല്ല ഇവള്. അല്ലെങ്കിൽ സുധീരെ വീട്ടുകാർ പറയണ, സുധീരെ അമ്മയൊക്കെ പറയണ ഇനി എൻ്റെ മോനെ വെച്ചിട്ടിത് ഇങ്ങനെ നീ പറ്റിച്ചുണ്ടാക്കാൻ പറ്റൂല എന്ന് പറയണ. ഇവക്ക് ഇനിയിപ്പം അടുത്തത് സുധീര ഇൻഷുറൻസ് കിട്ടിയാന്നറിയാൻ വയ്യ. കിട്ടിയെങ്കിൽ അവൾ അപ്പോഴേ കൊണ്ട് അവൾ നാട് വിടും. ആ കുറേ എണ്ണത്തിന് ആ കാളകളെയും കൂടെ കൊണ്ട് അവൾ നാട് വിടും. പിന്നെ ഇനിയിപ്പം വല്ല ഫ്ലാറ്റ് എടുത്ത് അവിടെ പോയി അവൾ ഇത് അവളെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ അവർക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൽ അവർ കഞ്ഞി കുടിക്കട്ടെ. ഇവർക്ക് അത് പറയാൻ എന്തൊരു യോഗ്യതയുണ്ട്? അവരൊക്കെ നല്ല രീതിയിൽ എന്തൊരു യോഗ്യതയടി രേണു നിനക്കത് പറയാൻ? ഒരു വീട്ടമ്മ പറയണേട്ടാ, റിയാക്ഷൻ വീഡിയോ ചെയ്യണത് പറയാൻ നിനക്ക് എന്തൊരു യോഗ്യത? നിനക്ക് ഒരു യോഗ്യതയില്ല ഇടി. നീ അഴിഞ്ഞാടിയിട്ടാണ് നീ പണം ഉണ്ടാക്കണത്. പിന്നെ നീ വന്നിരുന്നു കൊണ്ട് അയ്യോ എന്നെ വെച്ചിട്ട് റിയാക്ട് ചെയ്യണ്, എന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കണം, എന്നെ വെച്ചിട്ട് വ്യൂ ഉണ്ടാക്കണം, എന്നെ വെച്ചിട്ട് പണം ഉണ്ടാക്കണം, വീഡിയോ ചെയ്തുണ്ടാക്കണം. എടി നിനക്ക് ഒരു യോഗ്യതയില്ല പറയാൻ. വിദ്യാഭ്യാസമുള്ളവരായിരിക്കും, ജോലിയുള്ളവരായിരിക്കും. അവരങ്ങനെ അവരെ തൊഴിൽ മാന്യമായിട്ട് അവർ ചെയ്യുന്നു. ഇവർക്ക് കാണിക്കാം, പറഞ്ഞൂടെ? അതാണ് അവരുടെ ഉദ്ദേശം. ഇവിടെ ഇന്നലെ ഇങ്ങനെ പറയുന്നിട്ട് നിക്കറിട്ടോണ്ട് പോയപ്പോഴത്തേക്ക് അമ്മയച്ഛനും ചിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും വീട്ടുകാർ ചെയ്യുമോ? അവളെ അമ്മയച്ഛനും ചിരിക്കും. അവളെ അമ്മയച്ഛനും മോളെ പോയിട്ട് വാ, പോയി പണം കൊണ്ടുവാ എന്ന് പറഞ്ഞു വിടുന്നതാണ്. കണ്ടില്ലേ? നോക്കണം, ആ ഷോർട്സുകൾ എടുത്ത് നോക്കണം. അവളെ പറഞ്ഞു വിടുന്ന രംഗങ്ങൾ ടാറ്റയും കൊടുത്താണ് പറഞ്ഞു വിടണേ. ഇവള് ബാഗും കൊണ്ട് ഇറങ്ങി കുറേ എണ്ണത്തിൻ്റെ കൂടെ കുറേ കോഴികളെ കൂടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങിയാണ്. ആക്ഷൻ എന്ന് പറയാൻ ഒരുത്തിയുണ്ട് പിറക്കുന്നു. ഏതെങ്കിലും വീട്ടുകാർ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുമോ? ചിരിക്കുമോ? നമ്മൾ കാണേണ്ട എന്റെ കൊച്ചുമോള് എന്റെ കൂടെയാണ്. ഒരു ആൺകൊച്ചുണ്ട് പെൺകൊച്ചുണ്ട്. മൂത്ത പെൺകൊച്ചാണ്, 10 വയസ്സായി. ഇളയത് ആൺകൊച്ചാണ്. നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും അത് നശിച്ചു പോകില്ല. ആരും നമ്മളെ പറ്റിച്ചിട്ട് പോകില്ല. നമ്മുടെ കയ്യിൽ തന്നെ കാണും. എന്റെ മോളെ അതാണ് ഞാൻ കുഞ്ഞിലെ അച്ഛനില്ലാതെ വളർത്തി. എന്താണ് ഒരു ജോലി കയ്യിൽ മേടിച്ചിട്ട് നമ്മുടെ ചോറ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പഠിപ്പിച്ച് കല്യാണം കഴിച്ചിട്ടത്. അവിടെ ആയാലും നമുക്ക് ജോലിയില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പ്രശ്നമല്ലേ? അപ്പൊ ഇവക്ക് ഈ പിന്നീട് അയാൾ മരിച്ചപ്പം ഇത്രയും സഹായം ചെയ്തു കൊടുത്ത് മൂത്ത ചെറുക്കനെ പഠിപ്പിക്കുന്നു. പിന്നെ അതിൽ തന്നെ ഏഷ്യനെറ്റിലോ ഫ്ലവേഴ്സ് ചാനലാണ് നോക്കണത് മൂത്തതിന്. പിന്നെ ഇളയതിനെ അവൾ നോക്കിയൊന്നുമില്ല. ആ അമ്മച്ചി അച്ഛനെ എൻ്റെ കുടുംബം നോക്കണം, എൻ്റെ കുടുംബം എനിക്ക് നോക്കണം, ഞാൻ അതിനു വേണ്ടിയാണ് ഈ പരിപാടിക്ക് പോണേന്ന് പറഞ്ഞാണ് അവൾ പോണത്. ഇറങ്ങി അവൾ ഇങ്ങനെ കൊണ്ടുവന്ന് തിന്നാൻ നിനക്ക് തികയോടി? പറഞ്ഞല്ലോ ഇവർക്ക് നല്ല മാന്യമായിട്ടൊരു ജോലിയൊക്കെ കൊടുക്കാൻ. അതുപോലെ അവൾ പറഞ്ഞത് എന്റെ ആർക്കും എന്റെ ബ്ലഡാണ്. അവളുടെ ബ്ലഡൊക്കെ ഞാൻ നല്ല പറഞ്ഞാൽ കൂടി പോകും. അവർക്ക് ഇങ്ങനെ വല്ലാണ്ട് തോളി തൂങ്ങി അവനെ ചോറ് വാരി കൊടുത്ത് നടക്കണ്ടേ? അതാണ്
അത് തന്നെ 3 കാളകൾക്കും കൂടെ ചോറ് കുത്തി ഇറക്കി കൊടുക്കണം. നാണമില്ലാത്തവള്. അവൾ ആ കൊച്ചിനൊരു നേരത്തെ ആഹാരം കൊടുക്കാത്തവള്. കൊച്ചിന് കൊടുക്കേ വല്ലതാ അത് കഴിച്ചാന്ന് പോലും തിരക്കാത്ത ഈ പെണ്ണും പിള്ള കുത്തി ഇറക്കി കൊടുക്കണ്. അവന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കണ്. എന്തെല്ലാം അവന്മാരെ കൂടെ കിടന്ന് കാണിച്ചു കൂട്ടണം. ഇതൊന്നും കാണാനായിട്ട് നമുക്ക് അതിനുള്ള കാര്യമൊന്നുമില്ല. അതിനും ഞാനും ഇതേപോലെ തന്നെ നോട്ട് ഇൻട്രസ്റ്റ് ഒക്കെ അടിച്ചടിച്ച് എത്രയെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരു കഥപ്പില്ല നീലപ്പില്ല ഏതോത്തരം ഇത് ചെയ്തു അതങ്ങ് പോയി. വേറെ ഒന്നല്ല ഇത്ര പേര് നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ശരീരമാണ്. ഇതൊക്കെ ബാൻ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞില്ല. നമ്മളൊന്നും ഇത് ശീലിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഭർത്താവ് വെച്ചാൽ നമ്മളൊരു ജോലി അന്വേഷിച്ച് ജോലിക്ക് പോയി നമ്മൾ മാന്യമായിട്ട് കൊച്ചുങ്ങളെ വളർത്തണം. മാന്യമായിട്ടുള്ള ജോലി എത്രയും ഉണ്ട്. ഒന്നും വേണ്ട ഇപ്പോൾ ഒരു കട കയറിയുന്നുണ്ടല്ലോ. ജോലികൾ ഒരുപാടുണ്ട്. ഇല്ലെങ്കിൽ നീ ചെയ്യേണ്ട രീതിക്ക് ചെയ്തോ. ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് കാണുന്ന എന്തോന്നാണ് യൂട്യൂബിൽ കാണുന്ന ഫുള്ള് എവിടെ കുൽസിതമാണ് കാണുന്നത്. മടുത്ത് കണ്ട് ഇത്രയും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അവരെ കുടുംബം നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു. ഇവക്ക് ഇത്രയും ആൾക്കാരും തോന്നുന്നു. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഫോൺ തുറന്ന ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എത്രയോ പിള്ളേർ വീഡിയോ ചെയ്യുന്നത്. എത്ര കുട്ടികൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വീഡിയോ ചെയ്യുന്നു. നമുക്കതൊരു കാണാൻ തന്നെ ഒരു മനസ്സിന് ഞാൻ ഇപ്പോൾ പറയുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ഈ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് ചിരിക്കാം. കുറച്ച് നേരം നമുക്കൊരു ഇതായിട്ട് ചെയ്യാം എന്ന കാര്യങ്ങൾ. ഒരു പയ്യ ഒന്നും അവൻ പറയുന്നില്ല. അവൻ ഉള്ള വീഡിയോ എടുത്തിട്ട് വല്ലാത്ത മതി. ഈ ഒരൊറ്റ വാക്കാണ് അവൻ പറയുന്നത്. പക്ഷെ ആളുകൾക്ക് കേൾക്കാനും ആരും കുറ്റം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും വീഡിയോ നല്ല നമുക്ക് തമാശയായിട്ടുള്ള വീഡിയോ എടുത്തിടും. വല്ലാത്തയാണ്. ഇത്രയാണ് പറയുന്നത്. അതേപോലെ ഇത്ര പെൺകുട്ടികൾ ചെയ്യുന്നില്ലേ അവരുടെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇതൊന്നുമല്ല അവർക്ക്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെ അവർക്ക് ഒരു യൂട്യൂബ് തുടങ്ങണമെങ്കിൽ അവർക്ക് പണ്ടേ തുടങ്ങാൻ അവരുടെ ജോലിക്ക് പോകണതായിരുന്നാലും കൊച്ചുങ്ങളുമായിട്ടുള്ളതായിരുന്നാലും ഒന്നുമില്ല. അവൾക്കുണ്ട് യൂട്യൂബുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അതിലവർക്ക് സമയമില്ല. അവൾക്ക് ഇല്ല അവരാതി ആ തരത്തിന് പോകാനാണ് അവൾക്ക് സമയം. അല്ലാതെ അവൾക്ക് ഇതിന് സമയമില്ല. വീട്ടമ്മമാർ പ്രതികരിച്ച് തുടങ്ങണം. അപ്പോഴേ എവളെ ഇതൊന്ന് നിലയ്ക്കോളും. വീട്ടുകാരുമായാലും എടുത്ത് മാന്യമായിട്ടല്ല ജീവിക്കുന്നത്. ഇതങ്ങനെയല്ലേ ഇപ്പൊ വന്ന് വെല്ലുവിളിയായി. ഇവിടെ ആരും വെല്ലുവിളിക്കുന്നത് ഈ കാണിക്കുന്നതൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ബാൻ ചെയ്യണം. ഞാൻ പറയുന്നത് നമുക്കിതൊന്നും പോയി അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് അറിയത്തുമില്ല. ഇത് കണ്ട് ഇപ്പൊ ഈ റീസെന്റ്ലി ഞാൻ പറയുന്നു ഇത് അധികം കടന്നു. ഇപ്പൊ അവളെ കൂടെ താങ്ങിക്കൊണ്ട് നടക്കുന്നവള് പറഞ്ഞോട്ടെ അവർക്ക് ആണുങ്ങളെ കാണുമ്പോഴാണ് ഇത് പെണ്ണുങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിപ്പ് ചെവിയിൽ പറയുകയും ചെയ്യണ്ടല്ലോ. കൂട്ടുകാരികൾ വരെ ഇപ്പം 2 പേര് രംഗത്ത് വന്നിട്ടുണ്ട്. രേണുവിൻ്റെ അവർ തന്നെ ഇപ്പം അവളെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവളെ പറ്റി പറഞ്ഞു തുടങ്ങി. അവർ തന്നെ പറയുന്നുണ്ട് ആ പെൺപിള്ളേരെ കാണുമ്പോൾ ഇവക്കൊന്നും തോന്നൂല. ഇവൾ ആണുങ്ങളെ കാണുമ്പോൾ അങ്ങോട്ട് ചെല്ലുമെന്നും എല്ലാത്തരം ഇവൾ ആണുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുമെന്നൊക്കെ വന്ന് രേണുവിൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ വന്ന് നിന്നുകൊണ്ട് പറയണത്. അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പോൾ വീട്ടമ്മ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് അവരെ മക്കളായിരുന്നാലും ഇതുപോലെ യൂട്യൂബ് കാണുന്നതിന് അവർക്കത് തുറക്കാൻ പറ്റണില്ല എന്നുള്ള രീതിക്കാണ് അവർ പറയണത്. ഇതുപോലെ ഇനിയിപ്പോൾ ഒരുപാട് പേര് രംഗത്ത് വരും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം അവൾ ഇങ്ങനെ അവനെ പിടിച്ചു ചെയ്യുന്ന രഹസ്യം പറയുന്നത് അവൾ നോക്കുന്നു. ക്യാമറയിൽ അവൾ നോക്കുന്നുണ്ട്. കള്ളി തന്നെ അവള് ഇല്ല അവനെ ആ കോഴിയെ കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് അവള് കാര്യങ്ങൾ അവള് ചെവിയിൽ രഹസ്യം പറയണത് അത് ഒരു വല്ലാത്ത രീതിക്കാണ് അവള് ചെന്ന് അവനെ പിടിച്ചിട്ട് പറയണത്. ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ. ഈ ജനങ്ങൾ അത്രയും കണ്ടുകൊണ്ടിരിക്കണതല്ലേ. ഇൻസ്റ്റ തുറക്കാൻ പറ്റണില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റണില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റണില്ല. അതിൻ്റെ പേരിൽ പ്രതികരിക്കണ്. ഇപ്പം വീട്ടിലിരിക്കണവർ വരെ പ്രതികരിച്ച് തുടങ്ങി അവളെ പറ്റി. അവൾ 299 രൂപ അവൾ 299 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നു. നമ്മൾ പല പൈസയ്ക്ക് റീചാർജ് ചെയ്യും. 299 രൂപയ്ക്കുള്ള റീചാർജ് അതിൽ കൂടുതലില്ലേ. ഞാൻ പറയുന്ന അവൾ അമ്മേനെയാണ്, വേറെ ആരെയല്ല പറയുന്നത്. ആ സ്ത്രീ ഇങ്ങനെ വീട്ടിൽ ഇറങ്ങി പോകുമ്പോഴും വീട്ടിൽ വരുമ്പോഴും അവർ കാണുന്നില്ലേ. അവർ കാണില്ലേ. അവരല്ലേ പറഞ്ഞു വിടണ, കൈയടിച്ച് പറഞ്ഞു വിടല്ലേ. എൻ്റെ മോള് പോയിട്ട് അയ്യോ എൻ്റെ മോള് ഇപ്പം ഈ ഇടയ്ക്ക് കണ്ടതാണ്. അയ്യോ അവള് സൂപ്പറാണ്, അടിപൊളിയാണ്. അവൾ എന്തെന്ന് ചോദിക്കുമ്പോൾ കുന്തെന്ന് പറഞ്ഞിട്ട് വരുമെന്ന്. അങ്ങനെയാണ് എൻ്റെ മോള് തൻ്റെടിയാണെന്നാണ് പറയണത്. എത്ര കാരണാലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ വിദ്യാഭ്യാസം, അവളുടെ സ്വഭാവവും അത് പറഞ്ഞ് പഠിപ്പിക്കണം മക്കളെ. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറെ കാലമൊക്കെ ഇതൊക്കെ പരന്നുകാരെ പോകും. ഇതൊക്കെ നമ്മൾ പറയണ്ട. ഇവർക്ക് ഇതാണ്ട് സമയം അടുത്ത് വരെയുള്ളൂ.
ഒരു കാലത്ത് ഇവൾ രക്ഷപ്പെടും. രക്ഷപ്പെടൂല. ഇവള് നശിച്ചോണ്ട് പോവും. ഇവളിനി നാശത്തിലേക്കേ പോവുള്ളൂ. ഇവൾ ഇത്രയും പണം ഉണ്ടാക്കി ലക്ഷങ്ങൾ കൊണ്ടുവന്ന് അവളെ ശരീരത്തിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി അവൾ കാണിക്കണമെങ്കിൽ ഇപ്പം എത്രയോ ലക്ഷങ്ങളായെന്ന് പറയണായിട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കണമെങ്കിൽ എടി അത് നീ നശിച്ചു പോവേ ഉള്ളൂ. പഴംപൊരി ദാസനും മാക്രിയും എല്ലാം കൂടെ കോഴികളെല്ലാം കൂടെ കിടന്ന് കാണിക്കണ ആ ഒരു രംഗം ഒന്ന് കാണാം. ഇതാണ് അവളെ പരിപാടി. ഇങ്ങനത്തെ രംഗങ്ങൾ യവന്മാരെയൊക്കെ ഭാര്യമാരെ ചെന്നിട്ട് അതിനൊക്കെ ഒരു നേരം തിന്നാ കുടിച്ചാന്ന് തിരക്കോ, അതിനൊക്കെ ഒരു നേരത്തെ സ്നേഹം കൊടുക്കോ? ഇല്ലല്ലോ. യവന്മാർ ഇങ്ങനെയുള്ള കോപ്രാണ്ട തരങ്ങൾ കാണിച്ച് യവന്മാരുണ്ടാക്കാതിരിക്കുന്നു. ഇനി വേറൊരു ഇതും കൂടെ കാണാം. ഇതൊന്നും ഇല്ലാതെ പറ്റൂല. ചേർത്ത് പിടിച്ചേ, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ച് ആ ചുണ്ടിലും തൊട്ടേ കണ്ണിലോട്ട് നോക്കിയേ. തൊലിക്കട്ടി അപാരം അപാരം. ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്മ കൊടുത്തേ. ശ്രുതി മരിക്കാൻ കാത്തിരുന്ന രേണു ചേർത്ത് പിടിക്കുക. എന്നിട്ട് പറയണതാ ബാക്കിയുള്ളവരേണു. അവളെ വിറ്റ ആളുകൾ തിന്നണം. കടത്തുന്ന രീതി വന്നേ. ആ കുറച്ചുകൂടെ വിധവ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന വിധവ. ഒത്തിരി ഒരു നോട്ടം കൂടി കൊടുത്തരും നല്ല രീതിയിൽ. മുതുക്കി കിളവന്മാരും തമ്മിലുള്ള പേക്കൂത്തുകളാണ് ഇത്രയും നേരം കണ്ടത്. ഇപ്പം ഇതൊക്കെയാണ് രേണുവിൻ്റെ വിശേഷങ്ങൾ. വീട്ടുകാരെല്ലാവരും ഇപ്പം വീട്ടമ്മമാരൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിൻ്റെ ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ടാണ് അവരതെല്ലാം ചെയ്യണത്. നീ ഓർമ്മിക്കണം, നിനക്ക് നിൻ്റെ ഒരു മകൻ വളർന്നു വരികയാണ്. അതിപ്പോൾ കുട്ടിയായതുകൊണ്ട് അതിനൊന്നും അറിഞ്ഞുകൂടാ. അത് വളർന്നു വരികയാണ്. അതിന് നാണക്കേടാവും. അതിന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. നീ ഇരുന്നും കൊണ്ട് ഓരോരുത്തരെ കുറ്റം പറയുകയും ഓരോരുത്തരെ നിന്നെ വെച്ചിട്ടാണ് പണം ഉണ്ടാക്കണേന്ന് നീ പറയുമല്ല. നീ എന്ത് ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കണത്? അത് നീ ആദ്യം പറയും.